വീറും വാശിയും നിറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കേരളത്തിൽ ഇത്തവണയും UDFിന് മുൻതൂക്കം പ്രവചിച്ച് മനോരമ ന്യൂസ് സർവേ. ഇത്തവണ 20-ൽ 13 സീറ്റുകളും UDFിനാണെന്ന് സർവേ പറയുന്നത്. അതേസമയം 4 മണ്ഡലത്തിൽ ഫലം പ്രവചനാതീതമായിരിക്കുമെന്നും 3ഇടത്ത് അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റുകളായിരുന്നു UDFിന് നേടാനായത്. ആലപ്പുഴ മാത്രമായിരുന്നു LDF വിജയിച്ചത്. എന്നാൽ ഇക്കുറി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലത്തൂർ, മലപ്പുറം, കോഴിക്കോട്, പൊന്നാനി, വയനാട്, കാസർഗോഡ് മണ്ഡലങ്ങളിൽ മാത്രമാണ് UDFിന് വിജയം പ്രവചിച്ചിരിക്കുന്നത്. വടകര, കണ്ണൂർ, ആറ്റിങ്ങൽ, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമായതിനാൽ ഫലം പ്രവചനാതീതമാണെന്നും സർവേ പറയുന്നു. BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന തൃശ്ശൂരിൽ ഇത്തവണയും അവർക്ക് വിജയിക്കാനാകില്ലെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. മണ്ഡലത്തിൽ UDFിനാണ് സർവേ മുൻതൂക്കം നൽകുന്നത്. എന്നാൽ ഫലം അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടെന്നും മറ്റ് ഘടകങ്ങൾ ഇക്കാര്യത്തിൽ നിർണായകമാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ചാലക്കുടി, മാവേലിക്കര മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത ഫലത്തിനുള്ള സാധ്യതയാണ് സർവേ പ്രവചിക്കുന്നത്. ചാലക്കുടിയിൽ UDF വോട്ടുകളിൽ 20-20യും ഇടതു വോട്ടുകളിൽ NDAയും വിള്ളൽ വീഴ്ത്തിയാൽ അട്ടിമറിക്ക് സാധ്യത പ്രവചിക്കുന്നു. 2019-ൽ UDFിന് 1,32,274 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ലഭിച്ചത്. ബെന്നി ബെഹനാന് 4,73,444 വോട്ടും ഇന്നസെൻറ്റിന് 3,41,170 വോട്ടുമായിരുന്നു ലഭിച്ചത്. 1,28,996 വോട്ട് നേടിയ AR രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ BJP വോട്ട് ആദ്യമായി 1,00,000 കടത്തിയിരുന്നു. ഇത്തവണ ബെന്നി ബെഹനാനാണ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി. മുൻമന്ത്രിയും ജനകീയ മുഖവുമായ പ്രൊഫസർ C. രവീന്ദ്രനാഥ് LDFിനു വേണ്ടി മത്സരിക്കുന്നത്. KM ഉണ്ണികൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥി. മാവേലിക്കരയിൽ UDFിന് വോട്ട് കുറയും. NDA വോട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ ഫലം നിശ്ചയിക്കുക എന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കുറി 4ാം അംഗത്തിന് ഇറങ്ങുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. മറുവശത്ത് LDF മത്സരിപ്പിക്കുന്നത് യുവനേതാവ് അരുൺകുമാറിനെയാണ്.